എനിക്ക് കിട്ടിയ ഗിഫ്റ്റിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമായ ഒരു കുഞ്ഞു പേഴ്സാട്ടോ ഇത്. ഹായ് ലിയേഴ്സ്, വെൽക്കം ടു നിഷാസ് വ്ളോഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് സമ്മാനമായി കിട്ടിയ കുറച്ച് ബാഗ്സ് ആട്ടോ നിങ്ങൾക്ക് ഞാനിതിലൂടെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, ഓക്കെ? വീഡിയോസ് ഇത്രയായിട്ട് ഞാൻ എൻ്റെ മുഴുവൻ പേര് പറഞ്ഞില്ല അല്ലേ. എൻ്റെ പേര് താജുന്നീസ കേട്ടോ. ആഫ്റ്റർ മാരേജ് ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ അതിനെ ചുരുക്കി നിഷ എന്നാക്കി. ഞാനത് പറയാമെന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ. ബേസിക്കലി ഐ ആം എ ടീച്ചർ. ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞു മക്കൾ എനിക്കായി തന്ന കുറച്ച് നല്ല സ്വീറ്റ് ഗിഫ്റ്റുകളാട്ടോ ഇതൊക്കെ. അങ്ങനെ റിദ ഫാത്തിമ എന്നൊരു കുട്ടി തന്ന ഗിഫ്റ്റാണിത്. ഈ കുഞ്ഞു പേഴ്സ് എനിക്ക് വളരെ ഇഷ്ടം കേട്ടോ. ഇതാരാ തന്നതെന്ന് ഞാൻ ലാസ്റ്റ് പറയാവേ. ഈ ബാഗ് നാജിയ എന്നൊരു കുട്ടി തന്നതാട്ടോ. ഞാൻ ഒരുപാട് യൂസ് ചെയ്തുകൊണ്ട് അത് കുറച്ച് ഡാമേജൊക്കെ ആയിപ്പോയി. എന്നാലും ഞാൻ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. കിട്ടിയ സമ്മാനങ്ങളൊന്നും ഞാൻ ഉപേക്ഷിക്കാറില്ല. പഴയതായാലും ഞാൻ കുറേ കാലം സൂക്ഷിക്കാറുണ്ട്. ഇതെനിക്ക് എൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻ്റായ സയ്യ മറിയം തന്ന ഗിഫ്റ്റാട്ടോ. നല്ല സ്പേസ് ഉള്ള ഒരു കുഞ്ഞു ബാഗായിരുന്നു അത്. ഇത് തന്നത് നെസ്ല. ഇത് തന്നത് കുറച്ച് 2 വർഷങ്ങളായി. ഞാനത് ഒരുപാട് യൂസ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, യൂസ് ചെയ്ത് പഴയതായാലും ഞാനത് ഉപേക്ഷിക്കാറില്ല. ഇത് ഹസ്ബൻഡ് ആദ്യമായിട്ട് ഗൾഫിൽ പോയിട്ട് ആദ്യമായിട്ട് എനിക്ക് കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റാട്ടോ. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് യൂസ് ചെയ്ത് കുറച്ചൊക്കെ അതിൻ്റെ കുറച്ച് ഗ്ലിറ്റേഴ്സൊക്കെ പോയതാണ്. ഇതെനിക്ക് റസ്മിയ എന്നൊരു സ്റ്റുഡൻറ്റ് തന്നതാട്ടോ. നല്ല യൂസ്ഫുള്ളായ ഒരു ബാഗാണ്, സൈഡഡ് ബാഗ് തന്നെയാണ് കേട്ടോ ഇത്. ഈ ഉള്ള യെല്ലോ ബാഗ് തന്നത് ആരാന്ന് പറയാം കേട്ടോ. അതൊരു സ്പെഷ്യൽ, ഞങ്ങൾക്കൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഇത്തയാണ് ഞാൻ പറയാം. ഈ ഗ്രീൻ ബാഗ് ഹസ്ബൻഡ് സിസ്റ്റേഴ്സിന് ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പോയപ്പോൾ ഹസ്ബൻഡ് എനിക്ക് വാങ്ങിച്ചു തന്ന ഗിഫ്റ്റാണ് കേട്ടോ. ഇത് സിമ്പിൾ ബാഗാണ്, പക്ഷേ എനിക്കിഷ്ടമാണിത്. ഈ കാണുന്ന ബാഗ് ദുബായി പോയപ്പോൾ മേടിച്ചത് കേട്ടോ. ദുബായി പോയത് ഞാനല്ല കേട്ടോ, ഹസ്ബൻഡ് സിസ്റ്റർ സബിത്താത്ത. ഞാൻ 1-2 വീഡിയോസിൽ സബിത്താത്തയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സബിത്താത്ത ദുബായി പോയപ്പോൾ വാങ്ങിച്ചു തന്ന ബാഗാണ്. ദുബായി പോയപ്പോൾ വാങ്ങിച്ചെന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കണം ദുബായ് എന്നുള്ള പേരുള്ള ബാഗ് തന്നെ എനിക്ക് ഗിഫ്റ്റായി തന്നത് അല്ലേ. ഇത് ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റായി തന്ന ബാഗാട്ടോ. ഒരു ഷോപ്പ് തുടങ്ങുന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്ന ഒരു ഗിഫ്റ്റാണിത്. ഇത് ഞങ്ങൾ തിരുവനന്തപുരം പോയപ്പോൾ ഒരു നമ്മൾ പേപ്പർ കറക്ഷൻ ചെയ്ത് കൊണ്ടുപോകുമ്പോഴും തന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ഞാൻ മേടിച്ച ബാഗാട്ടോ. ഈ ബാഗ് എനിക്ക് സുലിത്താത്ത തന്നതാട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന്. അവർ ദുബായ് സെറ്റിൽഡാണ്. അപ്പോൾ ദുബൈയിലേക്ക് സബിത്താത്ത വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ സബിത്താത്തയുടെ കയ്യിൽ കൊടുത്തയച്ചൊരു ബാഗാട്ടോ. സുലിത്താത്ത വരുമ്പോൾ ഞങ്ങൾക്ക് നിറയെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവരാറുണ്ട്. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അതിലുപരി ഞങ്ങളായിട്ട് വലിയ അറ്റാച്ച്മെൻ്റ് ഉള്ള നല്ല ഒരു ലവ്ലി ഫാമിലിയാണ്.
ഞാൻ ഈ കൂട്ടത്തിൽ ഒരാൾ വിട്ടുപോയിട്ടത് തിരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ബാഗ് മറിച്ചിടുന്ന സമയത്ത് അതേ കിട്ടിപ്പോയി. ഈ ഗിഫ്റ്റ് എനിക്ക് ഈ ഇടയിൽ കിട്ടിയ ഗിഫ്റ്റാട്ടോ. താത്തയുടെ മോന് ജോലി കിട്ടി ഫസ്റ്റ് സാലറിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മേടിച്ചിരുന്ന ഗിഫ്റ്റാണിത്. താത്തയുടെ മോൻ്റെ പേര് ഹാഷിം, ഞങ്ങൾ അച്ചു എന്നാണ് വിളിക്കുക. അച്ചു ചെന്നൈയിൽ വർക്കിംഗ് ആണ്. സോ അവൻ്റെ ഫസ്റ്റ് സാലറിയിൽ കിട്ടിയതാണ് ഈ ഗിഫ്റ്റ്. എന്തായാലും നേരിട്ട് പോയി സെലക്ട് ചെയ്യണം പറഞ്ഞതുകൊണ്ട് അവൻ്റെ ഉമ്മ, അതായത് അവൻ്റെ ഉമ്മ റാബിയ, എൻ്റെ താത്തയും ഞാനും കൂടെ പോയി സെലക്ട് ചെയ്തതാണ്. എന്തായാലും ഞാൻ എനിക്കിഷ്ടമായി തന്നെ എടുത്തിട്ടോ. അത് ഈ ഇങ്ങനെ വീതിയുള്ള ഈ സിപ്പൊക്കെ ഉണ്ടല്ലോ, ഞാൻ കുറേ എടുക്കണം വിചാരിച്ചിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുഞ്ഞി പേഴ്സ് എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഈ കുഞ്ഞി പേഴ്സും ദെൻ ആ സൈഡ് ബാഗാണ് അച്ചുവിൻ്റെ ഫസ്റ്റ് സാലറിയിൽ എനിക്ക് മേടിച്ചു തന്നത്. എന്തായാലും ഈ രണ്ട് പേഴ്സും ബാഗും എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടെ യൂസ് ചെയ്യാറുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമുക്ക് ഇഷ്ടമായ ബാഗോ ദെൻ ഡ്രസ്സസോ ഉണ്ടെങ്കിൽ നമ്മളത് ഇടയ്ക്കിടെ ഇടാറുണ്ട് അല്ലേ. എന്തായാലും ഗൈസ് ഇത്രയാണ് കേട്ടോ എൻ്റെ സമ്മാന കളക്ഷൻസ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും അടുത്ത വീഡിയോയിൽ ഈ കളക്ഷൻസ്, എൻ്റെ സാരി കളക്ഷൻസുമായിട്ട് കാണാം. സീ യു ദെൻ, ബൈ.